2026 എത്തുമ്പോൾ കൊല്ലം ജില്ല കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക ഒരു യുദ്ധഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2021 LDF ഉറച്ച ആധിപത്യം പുലർത്തിയെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ ലീഡുകൾ ആ ആത്മവിശ്വാസത്തെ തകർത്ത് കളയുകയാണ്. അതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ മുഴുവൻ ഇരുമുന്നണികളും ഏതാണ്ട് സമബലം കാട്ടിയതാണ് ചിത്രം കൂടുതൽ അനിശ്ചിതത്വമാക്കുന്നത്. ഭരണവിരുദ്ധ വികാരം, പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി ഘടകം ഇവയെല്ലാം ചേർന്നാണ് കൊല്ലത്തെ 11 മണ്ഡലങ്ങളിലെയും വിധി 2026 തീരുമാനിക്കപ്പെടുക. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ 2021 LDFിൻ്റെ ചിഞ്ചുറാണി 13,768 വോട്ടിൻ്റെ ശക്തമായ ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 14,619 വോട്ടിൻ്റെ ലീഡ് നേടാൻ സാധിച്ചതോടെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ദിശയിൽ വ്യക്തമായ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ UDF മുന്നേറ്റം നടത്തിയതും LDFനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘടകമാണ്. വനാതിർത്തി പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, റോഡ് വികസനത്തിലെ മന്ദഗതി എന്നിവയാണ് ഈ മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾ. നിലവിലെ ട്രെൻഡ് പ്രകാരം 2026 UDF 2000 മുതൽ 6000 വോട്ടിനിടയിൽ ജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി ചടയമംഗലം ഇപ്പോൾ മാറുകയാണ്. ചാത്തന്നൂരിലേക്ക് വന്നാൽ ചാത്തന്നൂരിൽ 2021 ജയലാൽ 17,206 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി LDFന് വേണ്ടി വിജയിച്ചൊരു മണ്ഡലമാണത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഏതാണ്ട് 15,571 വോട്ടിൻ്റെ കൃത്യമായ ലീഡ് നേടിയതോടെ ചിത്രം പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിലെ അതൃപ്തിയും കുടിവെള്ള പ്രശ്നവും തൊഴിൽ അവസരങ്ങളുടെ കുറവ് എന്നിവ ഭരണവിരുദ്ധ വികാരത്തിന് ഇന്ധനമായി മാറുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ശക്തി കാട്ടിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 2026 UDF ഏതാണ്ട് 3,000-നും 7,000-നും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചവറയിലേക്ക് വന്നാൽ ചവറ 2021 LDF വെറും 1000-ൽ ചുവടെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 25,846 വോട്ടിൻ്റെ കൂറ്റൻ ലീഡ് നേടിയതോടെ മണ്ഡലം പൂർണ്ണമായും UDFൻ്റെ ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു. വ്യവസായ മേഖലയുടെ ഇടിവ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ, തൊഴിൽ നഷ്ടം എന്നിവ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF വ്യക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നിലവിലെ ട്രെൻഡ് പ്രകാരം 2026 UDF 8,000 മുതൽ 15,000 വരെ വോട്ടിന് വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ചവറ. ഇരവിപുരത്തേക്ക് വന്നാൽ 2021 M നൌഷാദ് 28,000-ഓളം വോട്ടിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷം നേടി LDF കോട്ടയാക്കി മാറ്റിയൊരു മണ്ഡലമാണ് ഇരവിപുരം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 23,678 വോട്ടിൻ്റെ ലീഡ് നേടിയതോടെ ആ കോട്ടയിലും വിള്ളൽ വീണു. തീരദേശ സംരക്ഷണം, ആരോഗ്യ സൗകര്യങ്ങളുടെ കുറവ്, അതുപോലെ കുടിവെള്ള പ്രശ്നം എന്നിവ ഈ മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങളാണ്. ശക്തമായ LDF അടിത്തറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ കാറ്റ് കണക്കിലെടുത്തുവാൻ 2026 UDF ഏതാണ്ട് 2,000-നും 5,000-നും ഇടയിലുള്ള നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത ഇവിടെ ഉയർന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി 2021 UDFൻ്റെ CR മഹേഷ് 29,208 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം നേടി കരുനാഗപ്പള്ളി ഉറപ്പിച്ചതാണ്. ലോക്സഭയിലും UDF 8,925 വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട്. തീരദേശ ജീവിതം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യ ചർച്ചകൾ. LDFനിവിടെ തിരിച്ചുവരവ് ശ്രമിക്കാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ UDF 13,000-നും 18,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ ശക്തമായ ഭൂരിപക്ഷം കരുനാഗപ്പള്ളിയിൽ നിലനിർത്താൻ സാധ്യതയുണ്ട്. കൊല്ലം നിയമസഭാ മണ്ഡലം മുകേഷ് കഴിഞ്ഞ തവണ വെറും 2,072 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 23,792 വോട്ടിൻ്റെ വലിയ ലീഡ് നേടി. നഗരവികസനവും മാലിന്യ സംസ്കരണവും, ഗതാഗത കുരുക്ക്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ എന്നിവ ശക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. നഗര വോട്ടർമാരുടെ മനോഭാവം കണക്കിലെടുത്താൽ UDF 3,000-നും 8,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെയും ജയിക്കാൻ സാധ്യതയുണ്ട്. കൊട്ടാരക്കര 2021 ബാലഗോപാൽ 10,814 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF വെറും 3,403 വോട്ടിൻ്റെ ചെറിയ ലീഡ് നേടാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. ആരോഗ്യ മേഖലയും നഗരവികസനവും വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. നിലവിലെ കണക്കുകൂട്ടലുകളിൽ 2026 LDFന് 1,000 മുതൽ 3,000 വോട്ടിൻ്റെ ചെറിയ മുൻതൂക്കം നേടാൻ ഈ മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. കുണ്ടറ മണ്ഡലം PC വിഷ്ണുനാഥ് 4,523 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചൊരു മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 27,105 വോട്ടിൻ്റെ വലിയ ലീഡ് നേടിയത് അത് ഈ അടിത്തറ ശക്തമാക്കുന്നുണ്ട്. വ്യവസായ പുനരുജ്ജീവനം, തൊഴിലവസരങ്ങൾ, റോഡ് വികസനം എന്നിവയാണ് മുഖ്യ വിഷയങ്ങൾ.
നിലവിലെ ഈ ഒരു ട്രെൻഡ് പ്രകാരം ഏതാണ്ട് 8000-നും 14,000-നും ഇടയിലുള്ള വോട്ടിന് വരെ UDF ഇവിടെ ജയിക്കുവാൻ സാധ്യതയുണ്ട്. കുന്നത്തൂരേക്ക് വന്നാൽ കുന്നത്തൂർ LDF ഏതാണ്ട് 2800 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. ലോക്സഭയിൽ LDFിൻ്റെ ലീഡ് 1347 കുറയുകയും ചെയ്തു. തീരദേശ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും കുടിവെള്ളം എന്നിവ വളരെ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. 2026-ൽ LDF അല്ലെങ്കിൽ UDF ഇവരിൽ ആര് ജയിച്ചാലും ഏതാണ്ട് 1000 മുതൽ 3000 വോട്ടിൻ്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിക്കുവാൻ സാധ്യതയുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത്. പത്തനാപുരം നിയമസഭാ മണ്ഡലം KB ഗണേഷ് കുമാർ 14,336 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 1,458 വോട്ടിൻ്റെ ചെറിയ ലീഡ് നേടിയിരുന്നു. വികസന പദ്ധതികളുടെ പുരോഗതി, റോഡ് കണക്ടിവിറ്റി, യുവജന തൊഴിലവസരങ്ങൾ എന്നിവ ഈ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. നിലവിലെ സാഹചര്യത്തിൽ LDF ഏതാണ്ട് 2000-നും 5000-നും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കുവാൻ സാധ്യതയുണ്ട്. ഇനി പുനലൂർ മണ്ഡലത്തിൽ 2021-ൽ PS സുബാൽ അദ്ദേഹം 37,557 വോട്ടിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷം നേടിയതാണ് ഈ പുനലൂർ മണ്ഡലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 18,044 വോട്ടിൻ്റെ ലീഡും പിടിച്ചെടുത്തു. വ്യവസായ മേഖല അതുപോലെ തന്നെ മറ്റു തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ പുനലൂർ LDFന് അല്പം വിയർക്കേണ്ടി വരും. LDF 3000-നും 7000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ കൊല്ലം ജില്ലയിലെ ആകെയുള്ള 11 സീറ്റുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ല 2026-ൽ വ്യക്തമായ UDF അനുകൂല ജില്ലയായി മാറുന്നുവെന്നുള്ള ഒരു രാഷ്ട്രീയ സൂചന തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്. നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് UDFന് 6 മുതൽ 7 സീറ്റുകൾ വരെയും LDFന് 4 മുതൽ 5 സീറ്റുകൾ വരെയും നേടാൻ സാധ്യതയുണ്ട്. ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ പോലും ഫലം മാറ്റിമറിക്കുന്ന മണ്ഡലങ്ങൾ കൂടുതലായതിനാൽ 2026-ലെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ജില്ലകളിൽ മുൻനിരയിൽ തന്നെയാകും കൊല്ലം ജില്ല.